എഐയുടെ കടന്നുവരവോടെ സോഷ്യൽ മീഡിയയിൽ പല ട്രെൻഡിങ്ങുകളും ആരംഭിച്ചിട്ടുണ്ട്. പണ്ട് ഹിറ്റായ പല സിനിമകളുടെയും കാസ്റ്റ് മാറ്റി മറ്റ് താരങ്ങളുടെ മുഖം വെട്ടിയൊട്ടിക്കുന്ന ട്രെൻഡാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ. തമിഴ് പേജുകളാണ് ഇത്തരം ട്രെൻഡുകൾ ശ്രദ്ധേയമാകുന്നത്. കോളിവുഡിലെ പുതിയ സെൻസേഷനായ പ്രദീപ് രംഗനാണ് ഇത്തരം ട്രോളർമാരുടെ പ്രധാന ഇരയും. ഇതേ ട്രെൻഡ് മലയാളം പേജുകളിൽ സ്ഥിരം കാഴ്ചയാണ്. യുവതാരങ്ങളിൽ ശ്രദ്ധ നേടിയ നസ്ലിനാണ് മലയാളത്തിലെ ട്രോളർമാരുടെ ഇര. മലയാളത്തിൽ പല ഹിറ്റ് സിനിമകളുടെ പോസ്റ്ററിലും നസ്ലിന്റെ മുഖം എഡിറ്റ് ചെയ്ത് പോസ്റ്ററുകൾ ഒരേ സമയം ചിരിക്കുകയും കൗതുകവും ഉണർത്തുന്നുണ്ട്. റൺവേ, ആനച്ചന്തം, ചക്രം തുടങ്ങിയ സിനിമകളിലെല്ലാം നസ്ലിന്റെ മുഖം വെച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ അടുത്തിടെ വൈറലായിരുന്നു. എന്നാൽ അതിനേക്കാൾ ചിരിയുണർത്തിയത് മറ്റൊരു പോസ്റ്ററിലാണ്. മലയാളത്തിലെ എക്കാലത്തെയും വലിയ ഹിറ്റുകളൊന്നായ മീശ മാധവന്റെ കാസ്റ്റ് അടിമുടി മാറ്റിക്കൊണ്ട ട്രോൾ ഇതിനോടകം വൈറലായി. ദിലീപ് അവതരിപ്പിച്ച മാധവൻ എന്ന കഥാപാത്രമായി നസ്ലിനെയാണ് കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. കാവ്യ അവതരിപ്പിച്ച രുക്മിണിയെ പകരം മമിതയുടെ മുഖമാണ് എഡിറ്റ് ചെയ്ത് ചേർത്തിരിക്കുന്നത്. വില്ലനായ ഫകീരം പിള്ളയെ ശ്യാം മോഹന്റെ മുഖമാണ് കൊടുത്തിരിക്കുന്നത്. കൊച്ചിൻ ഹനീഫയെ അനശ്വരമാക്കി ത്രിവിക്രമനായ സംഗീത് പ്രതാപനെയും ട്രോളുകൾ പ്രകാശ് ചെയ്തു. പ്രധാന വില്ലനായ ഈച്ചം പാപ്പച്ചി സന്ദീപ് പ്രദീപിനാണ് ട്രോളർമാർ കൊണ്ടുവന്നിരിക്കുന്നത്. ഹരിശ്രീ അശോകന് പകരം മാത്യു തോമസിന്റെ മുഖം എഡിറ്റ് ചെയ്തിട്ടുണ്ട്. മീശ മാധവൻ ഹരിശ്രീ അശോകന്റെ കൃഷ്ണവേഷത്തിലാണ് മാത്യുവിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത്രയും ഗംഭീര കാസ്റ്റിംഗ് ഈ അടുത്തൊന്നും കണ്ടിട്ടില്ലെന്നാണ് എല്ലാവരും അഭിപ്രായപ്പെടുന്നത്. ഇപ്പം പാപ്പച്ചിയെ സന്ദീപ് ഞെട്ടിക്കുമെന്നാണ് പലരുടെയും കമന്റുകൾ.